ഉണ്ട്. ശ്രീ സനോജ്, ഈ പൗരത്വ നിയമം ഭേദഗതിക്കെതിരായ അതിൻ്റെ ചട്ടവിജ്ഞാപനത്തിനെതിരായ സമരങ്ങൾ പൊടുന്നനെ ഉണ്ടായതാണ് സംസ്ഥാനത്ത്. അത് പ്രഖ്യാപിക്കപ്പെട്ട ഉടൻ രാത്രി തന്നെ വ്യത്യസ്ത ഇടങ്ങളിൽ വ്യത്യസ്ത സംഘടനകൾ പ്രതിഷേധിക്കുകയുണ്ടായി. അതിൽ നിങ്ങളൊഴികെ ബാക്കി എല്ലാവർക്കെതിരെയും ഗുരുതര വകുപ്പുകൾ ചാർത്തി കേസെടുക്കുന്നു, ചിലർ റിമാൻഡ് ചെയ്യുന്നു. നിങ്ങൾക്കെതിരെ കേസില്ല. ഇത് നൽകുന്ന സന്ദേശം എന്താണ്? അല്ല, ഈ വിഷയത്തെ ഇതെന്തോ പിണറായി വിജയന്റെ നേരെ തിരിച്ചുവിടാനുള്ള വലിയ നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. യഥാർത്ഥത്തിൽ RSS മുന്നോട്ട് വെക്കുന്ന ഈ അപകടകരമായ മതരാഷ്ട്രവാദത്തിനെതിരായിട്ടുള്ള ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള ആശയമാണ് നമുക്ക് ശക്തിപ്പെടുത്തേണ്ടത്. അതിന് പകരം ഇവിടെ ഇപ്പോൾ സാധാരണ നിലയിൽ നിയമപരമായ നടപടിക്രമങ്ങളിൽ കൂടി മാത്രമേ ഭരണ സംവിധാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ. അതിപ്പോ ആര് പ്രകടനം നടത്തിയാലും, ആര് പോലീസിനെ ആക്രമിച്ചാലും, ആര് സർക്കാർ ഓഫീസിലേക്ക് ഇടിച്ചു കയറി കഴിഞ്ഞാലും പോലീസിന്റേതായ നിലയിൽ കാര്യങ്ങൾ എടുക്കും. ഇവിടെ ഇപ്പം പ്രത്യേക ഭരണഘടനയോ അതുമായി ബന്ധപ്പെട്ട നിയമമല്ലോ കേരളത്തിലുള്ളത്. അപ്പൊ അതെല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. അത് സാധാരണ നടപടിക്രമം മാത്രമാണ്. പിന്നെ അത്തരം കേസുകൾ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് സർക്കാരിന് ആലോചിച്ച് അതിനകത്ത് കേസിനകത്ത് സർക്കാരിന് അത് പിൻവലിക്കാൻ പറ്റും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പിന്നീട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സർക്കാർ അതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിയമത്തിന്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ സർക്കാർ ചെയ്യും. ഇത് വളരെ ബോധപൂർവം പോലീസ് നേരെ ആക്രമണം ഉണ്ടാക്കുക, അപ്പൊ പോലീസ് പ്രകോപിതരാവുക, അപ്പൊ പോലീസ് അറസ്റ്റും അതുമായി ബന്ധപ്പെട്ട പോലീസ് ബലപ്രയോഗം നടത്തും. അതിനെ വിഷ്വലൈസ് ചെയ്ത് അതിനെ പർവ്വതീകരിച്ച് ഇതാ പിണറായി വിജയൻ RSSന് കൂട്ടുനിൽക്കുന്നു എന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാനുള്ള ഒരു ആസൂത്രിതമായ നീക്കം മാത്രമാണ്. അതിൽ കവിഞ്ഞതിലൊരു യാതൊരു പ്രാധാന്യമുണ്ടെന്ന് തോന്നുന്നില്ല. സനോജ്, ടെലിവിഷൻ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ വിഷ്വൽ കാണുന്ന VT ബൽറാം ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിയുടെ കോലം കത്തിക്കുന്ന ദൃശ്യമാണ്. അവിടെ എന്ത് അക്രമമാണ് ഉണ്ടായത്? അവർക്കെതിരെ ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഫ്രറ്റേണിറ്റി പ്രവർത്തകർ ആകാശവാണിയിലേക്ക് നടത്തിയ മാർച്ചിലും സംഘർഷമൊന്നും ഉണ്ടായിട്ടില്ല. പോലീസ് ആക്രമിക്കുകയായിരുന്നു പ്രക്ഷോഭകരെ. അപ്പോൾ ഇത് വിവേചനപരമായി ഇങ്ങനെ ചെയ്യുന്നു. നിങ്ങൾക്കെതിരെ കേസൊന്നും ഉണ്ടാവില്ല, പക്ഷേ മുമ്പെടുത്ത കേസുകളോട്ട് പിൻവലിച്ചിട്ടുമില്ല. ഗുരുതര വകുപ്പുകളാണെന്ന് പറഞ്ഞിട്ട് പിൻവലിച്ചിട്ടുമില്ല. ഇതാണ് ആക്ഷേപം ഉയരാൻ കാരണം. അല്ല, ഇന്നിപ്പോ ഇവിടെ ഉണ്ടായ വിഷയം സംബന്ധിച്ച് എനിക്കറിയില്ല. പോലീസ് ഏതടിസ്ഥാനത്തിലാണ് നടപടി എടുത്തത് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, പൊതുവിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുന്ന കഴിഞ്ഞ കുറെ കാലമായി ഈ ഗവൺമെന്റ് നേരെ ഉണ്ടാവുന്ന ഇത്തരം വിഷയങ്ങൾക്കകത്ത് ഉണ്ടാവുന്ന വിമർശനം സംബന്ധിച്ചാണ്. അതിപ്പം DYFI പ്രകടനം നടത്തിയാലും CPIM പ്രകടനം നടത്തിയാലും ആര് പോലീസിനെ ആക്രമിച്ചാലും അതുമായി ബന്ധപ്പെട്ട കേസ് ഉണ്ടാവും. അതിപ്പോ SFIക്കാരുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്, DYFIക്കാരുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്, വിവിധ സംഘടനകളുടെ പേരിലെല്ലാം നേതാക്കന്മാരുടെ പേരിലെല്ലാം കേസെടുത്തിട്ടുണ്ട്. അതും അങ്ങനെ കേസെടുക്കുന്നത് RSSനെ സഹായിക്കാനാണ് എന്ന് പറയുന്നതിന്റെ യുക്തിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇന്നിപ്പോ ഉണ്ടായിട്ടുള്ള സംഭവം എന്താ എനിക്കറിയില്ല. അത് നോക്കിയിട്ട് പറയേണ്ട കാര്യമാണ്.